രാജ്യത്ത് ശാസ്ത്ര നൊബേൽ നേടുന്ന ആദ്യ സർവകലാശാലയായി ജെയിൻ യൂണിവേഴ്സിറ്റി. വാർദ്ധക്യത്തെ പടിക്കു പുറത്തു നിർത്തുന്ന ആന്റി ഏജിംഗ് സാങ്കേതിക വിദ്യയുടെ വികസനത്തിനാണ് പുരസ്കാരം. ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള റിപ്പോർട്ടിലേക്ക്. ശാസ്ത്രലോകത്തിന് അഭിമാന നിമിഷം. 2051 ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം കൊച്ചി ജെയിൻ യൂണിവേഴ്സിറ്റിക്ക് ലഭിച്ചു. മനുഷ്യരിലെ വാർദ്ധക്യം തടയുകയും കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുന്ന വിപ്ലവാത്മകമായ ആന്റി ഏജിംഗ് മോളിക്കുലാർ തെറാപ്പി വികസിപ്പിച്ചാണ് 2051 നൊബേൽ ശാസ്ത്ര പുരസ്കാരത്തിന് കൊച്ചി ജെയിൻ യൂണിവേഴ്സിറ്റി അർഹമായത്. ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ നവീനമായ കാഴ്ചപ്പാടിനും ഗവേഷണ മികവിനുമുള്ള അംഗീകാരമാണ് ഈ പുരസ്കാരം. ലോകത്തിന്റെ ആരോഗ്യ ചരിത്രം തന്നെ മാറ്റിമറിക്കാൻ ഈ കണ്ടെത്തലിന് കഴിയും. യൂണിവേഴ്സിറ്റിയിലെ ബയോജനറ്റിക്സ് വിഭാഗം വികസിപ്പിച്ച ഈ സാങ്കേതിക വിദ്യയിലൂടെ ആരോഗ്യകരമായ മനുഷ്യായുസ് 120 വർഷം വരെ നീട്ടാനാകുമെന്ന് നൊബേൽ സമിതി വിലയിരുത്തി. കേരളത്തിന്റെ വിജ്ഞാന സമ്പദ്വ്യവസ്ഥയുടെ വലിയ വിജയമാണിത്. വാർദ്ധക്യവുമായി ബന്ധപ്പെട്ട രോഗങ്ങളെ നിയന്ത്രിക്കുന്ന ഈ കണ്ടെത്തൽ വൈദ്യശാസ്ത്ര രംഗത്ത് പുതിയൊരു യുഗത്തിന് തുടക്കം കുറിക്കുകയാണ്. ആഗോളതലത്തിൽ വൻകിട മരുന്ന് കമ്പനികൾ കോടിക്കണക്കിന് രൂപ മുടക്കി പരാജയപ്പെട്ട മേഖലയിലാണ് കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റി ഈ നേട്ടം കൈവരിച്ചത്. ഡിസംബറിൽ സ്റ്റോക്ക്ഹോമിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് പുരസ്കാരം സമ്മാനിക്കും. കൊച്ചിക്കും കേരളത്തിനും രാജ്യത്തിനും ഇത് അഭിമാന നിമിഷം.